പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് AEWൻ്റെ പുതിയ TV ഡീലിനെ സംബന്ധിച്ചാണ്. AEW ഡൈനാമൈറ്റ് എന്ന വീക്ക്ലി എപ്പിസോഡ് നിലവിൽ അമേരിക്കയിൽ TBS എന്ന ചാനലിലും കൊളീഷൻ എന്ന വീക്ക്ലി എപ്പിസോഡ് TNT എന്ന് പറയുന്ന ചാനലിലുമാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. വാർണർ ബ്രോസ് ഡിസ്കവറി എന്ന് പറയുന്ന വലിയൊരു കമ്പനിക്ക് കീഴിലുള്ള രണ്ട് ചാനലുകളാണ് TBSും TNTയും. ഇനിയുള്ള വർഷങ്ങളിലും ഇത് TV നെറ്റ്വർക്കിൽ തന്നെയായിരിക്കും AEWൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഷോസായ ഡൈനാമൈറ്റും കൊളീഷനും എയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ വാർണർ ബ്രോസ് ഡിസ്കവറീസിൻ്റെ സ്ട്രീമിംഗ് അവരുടെ പ്ലാറ്റ്ഫോമായ മാക്സിൽ അടുത്ത വർഷം ജനുവരി തൊട്ട് AEWൻ്റെ വീക്ക്ലി ഷോസും AEWൻ്റെ പേ പ്രിവ്യൂസും അമേരിക്കയിൽ അവർ സ്ട്രീം ചെയ്ത് തുടങ്ങും എന്നുള്ള ഒരു ഡീലും ഇപ്പോൾ സൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. AEWനെ സംബന്ധിച്ച് ലാഭത്തിൽ പോകുന്നതിൻ്റെ മുഖ്യ കാരണം അവർക്ക് ഇത്തരത്തിലുള്ള വലിയൊരു ഡീൽ ലഭിക്കുന്നതാണ്. അപ്പോൾ AEW ഈ അടുത്തൊന്നും അവസാനിക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു. ഇന്ന് നടന്ന ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡ് AEWൻ്റെ ചരിത്രത്തിലെ 5 വർഷം തികച്ച ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡായിരുന്നു. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ വീക്ക്ലി എപ്പിസോഡിൽ 1-2 സർപ്രൈസുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേത് MVP-യുടെ മേജർ അനൗൺസ്മെൻ്റ് ആണ്. MVP-യുടെ മേജർ അനൗൺസ്മെൻ്റ് എന്ന് പറയുമ്പോൾ MVP-യുടെ ടീമിലേക്ക് ഷെൽട്ടൺ ബെഞ്ചമിനെ കൊണ്ടുവന്നിരിക്കുന്നു. ഷെൽട്ടൺ ബെഞ്ചമിൻ്റെ ഒരു ഡെബ്യൂ നമുക്ക് ഇന്നത്തെ ഡൈനാമൈറ്റിൽ കാണാൻ സാധിച്ചു. അപ്പോൾ ഷെൽട്ടൺ ബെഞ്ചമിൻ്റെ കൂടെ MVP-യും കൂടി ചേർന്ന് അവരൊരു ടീം രൂപീകരിക്കുന്നതായിട്ടും ആ ടീമിലേക്ക് പുതിയ ആളുകൾ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള സൂചന നൽകുന്നതുമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചു. കൂടാതെ ഡൈനാമൈറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റായി ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ്, ബോബി ലാഷ്ലി എന്ന സൂപ്പർ താരം, മുൻ WWE ചാമ്പ്യൻ, AEWയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫൈറ്റ്ഫുൾ സെലക്റ്റാണ് ഈ ഒരു റിപ്പോർട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ബോബി ലാഷ്ലി കൂടി AEWയിലേക്ക് എത്തുന്നു. അപ്പോൾ ഹെർട്ട് ബിസിനസ് എന്ന് പറയുന്ന WWE ഒരിക്കൽ ആരംഭിച്ച് വലിയ പുഷൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന ടീം, അവരുടെ ഒരു AEWൻ്റെ വെർഷൻ ഹെർട്ട് സിൻഡിക്കേറ്റ് എന്ന പേരിലുള്ള ഒരു മാസ്സായിട്ടുള്ള ഒരു ഫാക്ഷൻ, അതായിരിക്കും AEWയിൽ ഇനി നമുക്ക് കാണാൻ സാധിക്കുക. ബോബി ലാഷ്ലിയുടെ ഡെബ്യൂ വൈകാതെ ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിലോ കൊളീഷൻ വീക്ക്ലി എപ്പിസോഡിലോ നടന്നേക്കാം എന്നുള്ളൊരു റൂമറും ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ബോബി ലാഷ്ലി, ഷെൽട്ടൺ ബെഞ്ചമിൻ, MVP തുടങ്ങിയവരെ ഉപയോഗിച്ചുകൊണ്ട് ടോണി ഖാൻ്റെ നേതൃത്വത്തിലുള്ള AEWന് വമ്പൻ പദ്ധതികൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.